വാൾപ്പാറയിൽ മൊത്തം 40 ഹെയർ പിൻ, അളിയാർ ഡാം തുടങ്ങിയിട്ട് വാൾപ്പാറ ടൗണിൽ അവസാനിക്കുന്നതാണ് 40 ഹെയർ പിൻ. മൊത്തം 1 തൊട്ട് 40 വരെയുള്ള ഹെയർ പിന്നുകളാണ് വാൾപ്പാറയിലുള്ളത്. ഈ 40 ഹെയർ പിൻ ബെൻഡുകളിൽ 9ാമത്തെ ഹെയർ പിന്നും 32ാമത്തെ ഹെയർ പിന്നും 2 വ്യക്തികളുടെ പേരാണ് അവിടെ കാണുന്നത്. ബാക്കിയുള്ള 38 ഏതെങ്കിലും ജന്തുജാലങ്ങളോ ജീവജാലങ്ങളോ ആണ്. 40ാമത്തെ നമ്മുടെ സിംഹവാലൻ കുരങ്ങൻ്റെയും പിന്നെ തവളകളുടെയും പിന്നെ പലതരത്തിലുള്ള സ്പീഷീസിൻ്റെയും ജന്തുജീവജാലങ്ങളാണ്. പക്ഷേ ഇതിൽ 9ാമത്തെ ഹെയർ പിൻ ബെൻഡ് ലോംസ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 9ാമത്തെ അത് മാത്യു ലോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിട്ടീഷുകാരൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മാത്യു ലോംസ് ആണ് ഈ റോഡ് നമ്മുടെ ഈ കാണുന്ന ഇന്ന് വാൾപ്പാറയിലേക്കുള്ള പൊള്ളാച്ചിയിൽ നിന്ന് തുടങ്ങിയിട്ട് വാൾപ്പാറയിൽ വരുന്ന ഈ 42 ഹെയർ പിന്നുള്ള റോഡ് ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആയിരുന്നു മാത്യു ലോംസ്. ഈ മാത്യു ലോംസിൻ്റെ പേരിലാണ് ഈ ലോംസ് വ്യൂ പോയിൻ്റ്, അതായത് 9ാമത്തെ ഹെയർ പിൻ നമ്പർ 9. അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 9ാമത്തെ ഹെയർ പിൻ ബെൻഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അളിയാർ ഡാം, അതിൻ്റെ താഴെയുള്ളത് നമ്മൾ മുകളിൽ കയറി വന്നതിലുള്ള നല്ല വ്യൂ പോയിൻ്റ്, നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. ഇദ്ദേഹം ഒരു മാത്യു ലോംസ് ഇത് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു. ഈ റോഡ് കൺസ്ട്രക്ഷൻ ചെയ്തതിൻ്റെ മെയിനായിട്ടുള്ള ആളായിരുന്നു മാത്യു ലോംസ്. ഈ മാത്യു ലോംസിൻ്റെ പേരിലാണ് ഈ 9ാമത്തെ ഹെയർ പിൻ ബെൻഡ് അറിയപ്പെടുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്നത് നമുക്ക് എല്ലാ ബെൻഡിൻ്റെ അറിയില്ല. ഇത് വാട്ടർഫാൾസ് എസ്റ്റേറ്റാണ്, കുറേ ദൂരത്തോളം വാട്ടർഫാൾസ് എസ്റ്റേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 32ാമത്തെ ഹെയർ പിൻ ബെൻഡ്. 32ാമത്തെ ഹെയർ പിൻ ബെൻഡിലും ഒരു GA കാർവാർ മാർഷ് എന്നും പറഞ്ഞ ഒരാളുടെ സ്റ്റാച്യു അവിടെ ഉണ്ട്, ഒരു ബിംബം അവിടെ ഉണ്ട്. ഈ കാർവാർ മാർഷാണ് ഇന്ന് കാണുന്ന രീതിയിൽ വാൾപ്പാറ മാറ്റിയെടുത്തിരിക്കുന്നത്. അതായത് പണ്ട് കാടുമേടൊക്കെ ആയിരുന്നു, ഇവിടെ മൊത്തത്തിലായിട്ട് ടീ എസ്റ്റേറ്റ്, അതായത് ടീ എസ്റ്റേറ്റ് അവിടെ നേരത്തെ കാപ്പി മാത്രമാണ് പറയപ്പെടുന്നുണ്ട്. ടീ എസ്റ്റേറ്റ് ഉണ്ടാക്കിയ ഇത് പ്ലാന്റേഷൻ, ടീ പ്ലാന്റേഷൻ കൊണ്ടുവന്നത്, പ്ലാന്റേഷൻ ആദ്യമായിട്ട് വാൾപ്പാറ കൊണ്ടുവന്ന ആളാണ് ഈ കാർവാർ മാർഷ്. അതുകൊണ്ടാണ് ആളുടെ ഒരു സ്റ്റാച്യു അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാർവാർ മാർഷ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പ്ലാന്റർ ആയിരുന്നു. ബ്രിട്ടീഷ് പ്ലാന്ററായിട്ട് അയാൾ എത്രയോ വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷം കുറച്ചു കാലം കൂടി അയാൾ ഊട്ടിയിലൂടെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അയാൾ അവിടെ വെച്ചിട്ടാണ്, ഊട്ടി വെച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഈ GA കാർവാർ മാർഷാണ് ഈ വാൾപ്പാറയെ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്ലാന്റേഷനാക്കി മാറ്റിയിരിക്കുന്നത്, അതായത് ചായത്തോട്ടം ആക്കി മാറ്റിയത്. ഇതിൽ ഒരു കോൺട്രവേഴ്സി കൂടി ഉണ്ട്. ഇദ്ദേഹം കാരണമാണ് ഈ എല്ലാ മരങ്ങളെയും ചെടികളൊക്കെ വെട്ടിത്തെളിച്ച് ഈ ഫുള്ളായിട്ട് തേയിലക്കാടുകളാക്കി മാറ്റി എന്നൊരു ഇത് കൂടിയുണ്ട്. അപ്പോൾ ഈ ബാക്കി എല്ലാം 1 തൊട്ട് 40 വരെയുള്ള ഹെയർ പിൻ ബെൻഡുകളിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഓരോ സ്പീഷീസ് ജന്തുജീവജാലങ്ങളുടെ പേരാണ്. ഈ 9ാമത്തെയും 32ാമത്തെയും മാത്രമാണ് ഈ 2 വ്യക്തികളുടെ പേരിൽ, മാത്യു ലോംസും കാർവാർ മാർഷിൻ്റെയും പേരിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ അറിയുന്ന ആളുകൾ പലരും ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി ഒന്ന് ശ്രമിക്കുക. അത് ഞാൻ പല ഭാഗത്തുനിന്ന് വായിച്ചതും കിട്ടിയ അറിവുകളും വെച്ച് മാത്രം പറയുന്നതാണ്. എല്ലാവരും സ്ഥിരമായിട്ട് വാൾപ്പാറയിൽ പോയിട്ട് വാൾപ്പാറയുടെ പ്രകൃതി ഭംഗി ഏതും പറയുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസത്തിന് വേണ്ടി മാത്രം, ഒരു ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഈ 2 കാര്യങ്ങൾ ഒന്ന് എപ്പോഴൊന്ന് പോകുമ്പോൾ ഒന്ന് നോക്കുക. ഈ 9ാമത്തെയും 32ാമത്തെ ഹെയർ പിൻ ബെൻഡ്.